പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രഭാത ചിന്തയിലേക്ക്, വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അധികം മുഖവരകളൊന്നും പറഞ്ഞ് നീട്ടാതെ വളരെ വേഗത്തിൽ നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് 4 ഗ്രീക്ക് പദങ്ങളാണ്. അപ്പോക്കാലിപ്സിസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പദത്തിൽ നിന്നും മാറിയുള്ള 3 പ്രധാനപ്പെട്ട പദങ്ങളെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തു. വിഷയത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തെ 7 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് ഞാൻ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ദൈവിക ദർശനമാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് സഭകളെക്കുറിച്ചുള്ള ദർശനമാണ്. മൂന്നാമത്തത് സ്വർഗീയ സമ്മേളനമാണ്. നാലാമത്തത് മഹോപദ്രവ കാലഘട്ടമാണ്. അഞ്ചാമത് മഹത്വ പ്രത്യക്ഷതയാണ്. ആറാമത് സഹസ്രാബ്ദ വാഴ്ചയാണ്. ഏഴാമത് നിത്യതയാണ്. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ലളിതമായ ഒരു ഭാഷ പഠന ശൈലിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആകത്തുക നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഈ 7 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിൽ വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്ന് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്നാണ്. രണ്ടാമത്തത് സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് മേലാൽ സംഭവിപ്പാനുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ വേഗത്തിൽ സംഭവിപ്പാനുള്ളതും സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതും മേലാൽ സംഭവിപ്പാനുള്ളതുമായ വിഷയങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് മുൻപേ ഞാൻ പറഞ്ഞ 7 പാർട്ടുകൾ. ഈ 7 ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ പോയിൻറ്റും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അത് അനുഗ്രഹപൂർവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി ദൈവിക ദർശനം എന്ന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിൽ 1:19 3 പദപ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ 1-ാമത്തെ പദപ്രയോഗം എന്ന് പറയുന്നത് നീ കണ്ടത് എന്നുള്ള പദപ്രയോഗമാണ്. അതിനെയാണ് ദൈവിക ദർശനം എന്ന പദപ്രയോഗം കൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത്. അതിൽ നീ കണ്ടത് എന്താണ്? കണ്ടത് പത്മോസിൽ വെച്ച് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു എന്നെടുത്ത് പറയാൻ കാരണമെന്താണ്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 33.5 വയസ്സ് വരെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചു. 3.5 വർഷം ഈ പറയപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാനോടും മറ്റ് ഇതര ശിഷ്യന്മാരോടും കൂടെ താൻ പാർത്തു, സഞ്ചരിച്ചു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കുരുടർക്ക് കാഴ്ച നൽകി, കുഷ്ഠരോഗികൾക്ക് ശുദ്ധത നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത അനന്തരം ഇത് റോമൻ ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പിടിച്ചു.
5 മതക്കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചു. 6-ാമത്തെ പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഒരു അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.